After Shashi Tharoor's big statement on the Indian Express's Malayalam podcast, where he suggested that he has options available if the party does not need his services, BJP's IT cell head Amit Malviya wrote on X, and I quote, Tharoor's marginalization in the Congress was inevitable after he dared to contest the party's presidential election against Mallikarjun Kharge, a nominee of the Gandhi family. His downsizing would have been swifter and more conspicuous if not for his high public profile. The Congress, after all, is nothing but a proprietorship firm of the Gandhis, he added. Here is what Shashi Tharoor had said. അതല്ല ഇപ്പം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ അൺയൂഷ്വലായിട്ടാണ് ഒരു ഇൻകംബൻറ്റ് സർക്കാർ തിരിച്ചു വന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ് കോൺഗ്രസിന്. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒരു തോൽവി. പക്ഷേ കോൺഗ്രസിലെ പല യങ് നേതാക്കന്മാരും ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും അത് അത്ര വലിയ രഹസ്യമല്ലാത്ത രീതിയിൽ അവർ പറയുന്നുണ്ട്, ശശി തരൂർ എന്ന ഒരു ഫേസാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഫേസ് കേരളത്തിലെ കോൺഗ്രസ്സിന്. ശരിയായിരിക്കാം, നിങ്ങളൊരു സംഘടന ആളല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ഇത് ആദ്യം സാർ പറഞ്ഞതുപോലെ ആദ്യം മുതലേ KSUവിൽ വർക്ക് ചെയ്തതല്ലായിരിക്കും. പക്ഷേ ഒരു പോപ്പുലാരിറ്റി നോക്കുമ്പോൾ ഡോക്ടർ തരൂർ മറ്റുള്ളവരെക്കാളും വളരെ മുന്നിലാണ്. അതിനെപ്പറ്റി എന്താണ് കോൺഗ്രസ് അത്തരം ഒരു സ്റ്റെപ്പ്, ഇതൊരു ക്രിട്ടിക്കൽ ടൈം ആയതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴും ജനങ്ങളുടെ ഒപ്പം നിന്നൊരു വ്യക്തിയാണ്. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എപ്പോൾ പറഞ്ഞു നടന്നിരിക്കുന്നത്, നമുക്ക് നമ്മളുടെ സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ സാധിക്കില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. കോൺഗ്രസിൻ്റെ നാഷണൽ നമ്മൾ ഫിഗേഴ്സ് നോക്കിയാൽ എൻ്റെ കാലത്തിൽ ഞാൻ കണ്ടു കഴിഞ്ഞ 3 ഇലക്ഷനിൽ 19%, 19.5%, 19.6% കോൺഗ്രസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് നമ്മളുടെ പൂർണ്ണ പിന്തുണ തരുന്നവർ എപ്പോഴും ഉണ്ടാവും. അവർ മാത്രം മതിയോ? അവരോടൊപ്പം നമ്മൾക്ക് ഇത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വീണ്ടും ഒരു 25, 26, 27% കിട്ടിയാലല്ലേ നമുക്ക് ഭരണത്തിൽ വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളെ ഇതുവരെ ഈ കാലത്ത് ഈ 10 വർഷമായിട്ട് പിന്തുണ തരാത്തവരെയും നമ്മൾ അപ്പീൽ ചെയ്യണ്ടേ. എൻ്റെ അപ്പീൽ തിരുവനന്തപുരത്ത് തന്നെ എപ്പോഴും പാർട്ടിയുടെ അതീതമായിരുന്നു. അതിൻ്റെ അർത്ഥം പാർട്ടിയുടെ ഓരോരോ വിഷയത്തിൽ ഞാൻ സ്ട്രോങ് ആയി നിന്നിട്ടും കൂടി എൻ്റെ ഓരോരോ സംസാരവും പെരുമാറ്റവും കണ്ടിട്ട് പലവരും കോൺഗ്രസ് പാർട്ടിയെ ഇഷ്ടപ്പെടാത്തവരും കൂടി എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ടാവില്ല. അതന്നെ നമുക്ക് 26-ലും വേണ്ടത്. വെറും കോൺഗ്രസ്സിന് സ്വാഭാവികമായിട്ട് കിട്ടുന്ന വോട്ടുകൾ കിട്ടിയാൽ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ഇത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞു, താങ്കളോട് ഈ ചില കോൺഗ്രസ് പ്രതിനിധികൾ നിങ്ങളോട് പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ തന്നെ സമ്മതിക്കാം, പലവരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവർ മാത്രമല്ല, ഞങ്ങളുടെ ഘടകകക്ഷികളുടെ ചില പാർട്ടികൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. 1-2 പബ്ലിക് ഒപ്പീനിയൻ പോൾസ് ചിലവർ കമ്മീഷൻ ചെയ്തത് എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ശ്രമം നടത്താതെ, കേരളത്തിൽ ഒരു പ്രചരണം ചെയ്യാതെ എന്തോ ഞാൻ മുന്നോട്ട് നിൽക്കുന്നു ആൾക്കാരുടെ മനസ്സിൽ. അതിനെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞാനുണ്ടാവും. അവർക്ക് പാർട്ടിക്ക് അത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാട് നോക്കാം. എനിക്ക് സമയം എന്താ പറയുക, എനിക്ക് എൻ്റെ സമയം ചിലവാക്കാൻ ഓപ്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കരുത്. ആ ഓപ്ഷൻസ് എപ്പോഴും എനിക്ക് ഉണ്ട്. അതിന് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് എഴുത്തുണ്ട്, പുസ്തകങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. ലോകം മുഴുവൻ ഓടി നടക്കാനുള്ള ക്ഷണങ്ങൾ വരുന്നുണ്ട്. ഞാൻ എത്രയാണ് എന്നെ ക്ഷണിക്കുന്ന കോൺഫറൻസ് പോകാൻ സാധിക്കാത്തത് കാരണം രാഷ്ട്രീയവും പാർലമെൻറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ രാജ്യത്തിൻ്റെ സേവനം ചെയ്യാനാണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ അമേരിക്കയിൽ സുഖമായി ഞാൻ ഐക്യരാജ്യസഭ വിട്ട ശേഷം കൂടി നല്ലോണം പണം സമ്പാദിച്ച് സുഖമായി ഇരിക്കുകയായിരുന്നു. ഞാൻ അതിന് വിട്ടു വന്നത്, അതോ കോൺഗ്രസ് എന്നെ ചോദിച്ചു ഉടനെ ഞാൻ യെസ് പറഞ്ഞു. എന്താ കാരണം?